ഹലോ നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ പാർട്ടിലെ വീഡിയോ ആണിത്. ആദ്യം ഞങ്ങൾ പിങ്ക് മോസ്കും പിന്നെ പുത്രജയ ടൂറൊക്കെ കഴിഞ്ഞിട്ട് തീൻ ഹു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ മലേഷ്യയിലെ കോലാലംപൂർ നഗരത്തിലുള്ള മനോഹരമായ ഒരു ചൈനീസ് ക്ഷേത്രമാണ് തിയാൻ ഹു ക്ഷേത്രം. സമുദ്രദേവതയായ മാസുവിനെയാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. 6 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഈ ക്ഷേത്രം ചൈനീസ് വാസ്തുവിദ്യാ ശൈലിയിലാണ്. ഹൈനനീസ് സമൂഹം നിർമ്മിച്ച ഈ ക്ഷേത്രം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ചൈനീസ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കോലാലംപൂരിലെ റോബസ്റ്റൺ ഹൈസ്റ്റിലെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ മിക്കിക്കുട്ടി ചെയ്യുന്നത് കോസിം സ്റ്റിക്കിൻ്റെ പ്രവചനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കോസിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ നമ്പറുകൾ എഴുതിയിരിക്കുന്ന ഒരു മുളക്കോലുകളുടെ ഒരു കൂട്ടമാണ്. ഇതുപയോഗിച്ച് ആളുകൾ ദൈവത്തോട് ചോദ്യം ചോദിച്ച് ഭാവിയെക്കുറിച്ച് സൂചനകൾ നമുക്ക് ലഭിക്കുന്നു എന്നാണ് ഇതിൻ്റെ വിശ്വാസം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ദൈവത്തെ പ്രധാനമായും മാഴൂദേവിയെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം സ്റ്റിക്കുകളുള്ള കണ്ടെയ്നർ കയ്യിൽ പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് കുലുക്കും. ഒരു സ്റ്റിക്ക് മാത്രം പുറത്തേക്ക് വരും. ആ സ്റ്റിക്കിലെ നമ്പർ ഉപയോഗിച്ച് ഒരു ഫോർച്യൂൺ പേപ്പർ അല്ലെങ്കിൽ അതിൻ്റെ ഫലം അതിൻ്റെ താഴത്തെ ഡ്രോയറിൽ നിന്ന് ആ നമ്പർ നോക്കി നമുക്ക് എടുക്കാം. പഴയ കാലത്ത് ചൈനീസ് ജനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ദൈവം നേരിട്ട് സംസാരിക്കില്ല എന്നതിനാൽ ഈ കോസിം സ്റ്റിക്കുകൾ വഴിയാണ് ദൈവം സൂചന നൽകുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഓരോ നമ്പറിനും ഓരോ പ്രത്യേക അർത്ഥമുണ്ട്. നല്ല സമയം വരുന്നു, അല്ലെങ്കിൽ കാത്തിരിക്കുക, ശ്രദ്ധിക്കുക, വിജയം ലഭിക്കുക. അങ്ങനെ ഓരോ നമ്പറിലും നമുക്ക് കിട്ടുന്ന മെസ്സേജസിന് ഓരോ പ്രത്യേകതകളുണ്ട്. ആക്ച്വലി ഈ ക്ഷേത്രത്തിലെ ആളുകൾ വിവാഹം, ജോലി, ആരോഗ്യം, പഠനം തുടങ്ങിയുള്ള കാര്യങ്ങളിലെല്ലാം മാർഗനിർദ്ദേശം നേടാൻ വേണ്ടിയിട്ട് ഈ കോസിം സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു മതപരമായ ആചാരമൊന്നുമല്ല, പക്ഷേ ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഞങ്ങളുടെ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കോസിം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഓരോ മെസ്സേജസൊക്കെ എല്ലാവരും എടുത്തു. ഈ ചൈനീസ് ക്ഷേത്രത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പം തന്നെ ആളുകളുടെയൊക്കെ കയ്യിൽ ഒരു ലാമ്പും പിന്നെ നമ്മുടെ സാമ്പ്രാണിയൊക്കെ പോലത്തെ എന്തോ ഒരു സ്റ്റിക്കും പിന്നെ പൂക്കളും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടാണ് അത് വെച്ചിട്ട് നിന്നിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അത് ദൈവത്തോടുള്ള ഒരു ബഹുമാനവും ഭക്തിയൊക്കെയാണ് അവരുടെ കൾച്ചറിൽ അത് സൂചിപ്പിക്കുന്നത്. പിന്നെ 3 പ്രാവശ്യം തല കുനിച്ചെന്തോ നമസ്കാരമൊക്കെ ചെയ്യുന്നത് കാണാം. ശരിക്കും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനത്തിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടും. ഞങ്ങൾ പോയ ഈ തീൻ ഹു ക്ഷേത്രത്തിൽ സമുദ്രദേവിയായ മാഴുവും പിന്നെ കരുണയുടെ ദേവിയായ ഗ്വാനിൻ ആ ഒരു പ്രതിഷ്ഠകളും വിശ്വാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മളും കുറച്ച് സമയം അവരുടെ പ്രെയറൊക്കെ കേട്ട് ഇങ്ങനെ നിന്നു. ഒരു ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ ഒരു കൾച്ചറും രീതികളും പ്രാർത്ഥനകളും ഒന്നുമല്ല, വളരെ ഡിഫറെൻ്റായിട്ടായിരുന്നു അവരുടെ രീതികൾ. പക്ഷേ എന്നാലും നമുക്കും അത് കേട്ടിരിക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്തത് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചൈനീസ് ക്ഷേത്രത്തിലെ പ്രാർത്ഥനാ ഭക്തിയും ശാന്തതയും ഒക്കെ നിറഞ്ഞ ഒരു ആത്മീയ അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആളുകളൊക്കെ കയ്യിൽ നമ്മുടെ മെഴുകുതിരി കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു ലോട്ടസ് പോലെയുള്ള തിരി കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം നല്ല ചുവന്ന ലാന്തറുകളും അലങ്കാരങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എന്താ പറയുന്നത്, കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് ചെന്നപ്പം അതിൻ്റെ സൈഡിലായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ ഒരു നമ്മുടെ പ്രതിഷ്ഠ പോലെ എന്തോ ഒരിതുണ്ട്. പക്ഷേ ഏത് ദേവനാണോ
ദേവതയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ആൾക്കാർ ആ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തലയിലൊക്കെ തേക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും അതൊക്കെ ഒന്ന് പരീക്ഷിച്ചു. കാരണം നമുക്കും ഈ കൾച്ചറിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലെങ്കിലും നമുക്കും അത് എല്ലാവരും ചെയ്തു, അതുപോലെ നമുക്കും ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളും അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തലയിലൊക്കെ തേച്ചു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം ഒരു 6 നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്കൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ക്ഷേത്രത്തിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോലാലംപൂർ സിറ്റിയുടെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നിറച്ചും ഈ ചുവന്ന കളറിലുള്ള അലങ്കാരങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ശരിക്കും ഫോട്ടോസിലൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഈ ചൈനീസ് ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അലങ്കാരങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ചുവന്ന ലാന്തറുകളും മനോഹരമായ അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് കുറേ ടെമ്പിളുകളുടെ ഫോട്ടോസ് നമ്മൾ പല സ്ഥലത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പം തന്നെ ഇവർ നമ്മുടെ സാമ്പ്രാണി പോലെ എന്തോ ഒരു സ്റ്റിക്ക് കത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ലും ഇതൊക്കെ കാരണം ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ശാന്തവും സമാധാനമുള്ള ഒരു അന്തരീക്ഷം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന, അവിടെ ഒരു ആത്മീയതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവം നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കും അത് തോന്നും. കാരണം ഭയങ്കരമായിട്ട് നമ്മളും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് അതിനകത്ത് കയറി ചെല്ലുമ്പോഴത്തേനും നമുക്കും തോന്നുന്നത്. ഞങ്ങൾ പോയ ഈ സമയത്ത് ഏകദേശം ഉച്ച സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചൈനീസ് ന്യൂ ഇയർ പോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് തിരക്ക് വരുന്നതെന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളൊക്കെ എത്തി പ്രാർത്ഥിക്കുകയും ആഘോഷങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഈ വെള്ളമൊക്കെ എടുത്ത് ജസ്റ്റ് തലയിലൊക്കെ ഒന്ന് ഇട്ടു, അവരൊക്കെ ചെയ്തതുപോലെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാർത്തിക്കിനോടും പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ, നമുക്ക് എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് അവനും അതെല്ലാം ഒന്ന് പരീക്ഷിച്ചു, മുഖമൊക്കെ കഴുകി ആ വെള്ളത്തിൽ. അങ്ങനെ ഞങ്ങൾ തീൻഹു ടെമ്പിളിൻ്റെ 2-3 നിലകളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴേക്കൊന്ന് ഇറങ്ങി. അവിടെ എന്തൊക്കെയോ സ്തൂപങ്ങളൊക്കെ നല്ല കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണെന്നുള്ളതൊന്നും നമുക്കൊന്നും മനസ്സിലായില്ല. എല്ലാം താഴെ അവർ ഡീറ്റെയിലായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കല്ലിൽ കൊത്തിയ കുറേ രൂപങ്ങൾ. അങ്ങനെ നമുക്കും നമ്മുടെ അമ്പലങ്ങളിലൊക്കെ എന്തെല്ലാം രീതിയിലുള്ള വാസ്തുകലാ ശില്പങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ചൈനീസ് രീതിയിലുള്ള ശില്പങ്ങളൊക്കെ ആവാം ഇത്. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഡിഫറെൻറ്റ് രീതിയിലുള്ള പോസുകളും അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിലിങ് അവർ ആ കല്ലിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പ്രതിമകളും ഓരോ ഡിഫറെൻറ്റ് പോസുകളും ഡിഫറെൻറ്റ് ഷേപ്സും അങ്ങനെ എന്താ പറയുന്നത്, എല്ലാം ഒരു വേറെ രീതിയിലുള്ള പ്രതിമകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. എല്ലാം കല്ലിൽ തന്നെ കൊത്തി വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്തൂപങ്ങളായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിൽ നിന്നൊക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിച്ചെന്നപ്പം നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ ഒരു പാർക്ക് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ലവ് യു ഫോർ എവർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തീൻഹു ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഹോട്ടലിലേക്ക് ചെക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആക്ച്വലി രാവിലെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഫ്രഷപ്പായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം ഉച്ച കഴിയുമ്പോഴേക്കാണ് നമ്മൾ ഹോട്ടലിൽ എത്തുന്നത്. അവിടെ ചെക്കിൻ സമയം വരുന്നത് 3 PM ആണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മലേഷ്യയിലെ ട്വിൻ ടവറിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പോകാം. അതുപോലെ തന്നെ ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്
സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് വൈകുന്നേരം. അപ്പം ഞങ്ങളും ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇന്നൊക്കെ ചെയ്തിട്ട് ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ട്വിൻ ടവറും പിന്നെ അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഫുഡ് സ്ട്രീറ്റൊക്കെ. ജസ്റ്റ് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളായിരുന്നു. ഒരു 2 മിനിറ്റ് നടന്നാൽ ഫുഡ് സ്ട്രീറ്റിലേക്ക് എത്തുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ വെറുതെ അവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. ആക്ച്വലി നമ്മൾ ആദ്യമേ കയറി അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം നമ്മുടെ കാഴ്ചകളൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊന്ന് കണ്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി. പിന്നെ തീൻഹു ടെമ്പിളിൻ്റെ അടുത്ത് ഉള്ള സുവനീർ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല വിലയുണ്ടായിരുന്നു. എല്ലാം നല്ല പ്രൈസാണ് അവരിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് പോയി ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഞങ്ങൾ എടുത്തിരുന്ന ഹോട്ടൽ കിങ്സ്റ്റൺ ഹോട്ടലായിരുന്നു. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു. ട്വിൻ ടവറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഹോട്ടൽ. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് മലേഷ്യയുടെ ട്രഡീഷണൽ ഫുഡായ നസി ലെമാക്ക് കഴിക്കാം എന്ന് വിചാരിച്ച് ഒരു ഷോപ്പിൽ കയറി. നസി ലെമാക്ക് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഒരു ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ റൈസ്, ക്യാബേജ്, പിന്നെ ഒരു വെണ്ടയ്ക്ക ഗ്രേവി ആയിട്ടുള്ളൊരു കറി, ഒരു ബോയിൽഡ് എഗ്ഗ്, അതിൻ്റെ കൂടെ അവർ നമ്മുടെ ഉണക്കമീൻ പോലത്തെ ഒരു കറി സംതിങ് തന്നു. നമുക്ക് ആദ്യമായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ എന്നാലും നസി ലെമാക്കിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞു വെച്ചിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നസി ലെമാക്ക് കഴിക്കണമെന്ന് പിള്ളേർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അത് വാങ്ങിക്കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. ഇനി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് രാത്രിയുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ, ബൈ, സീ യു. മലേഷ്യൻ ട്രിപ്പിൻ്റെ എല്ലാ വിവരണങ്ങളുമായിട്ട് വീഡിയോസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. 4 ദിവസത്തെ ട്രിപ്പിൻ്റെ നമുക്ക് അറിയേണ്ടതെല്ലാം എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.